ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോകുല് ഇങ്ങനെ രാഹുലിനെ കാണുക കേട്ടോ. രാഹുലിൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്ന് കാണുമ്പോൾ ഗോകുല് രാഹുലിൻ്റെ പിന്തുടർന്ന് പോവാണ് കേട്ടോ. അങ്ങനെ അതാരായിരിക്കും, എൻ്റെ ഹിന്ദു അല്ല, എന്നാൽ ആ പെണ്ണ് അവൻ്റെ കൂടെ ഈ അസമയത്ത് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി തന്നെ രാഹുലിൻ്റെ കൂടെ പിറകെ ബൈക്കുമായി പോവാണ് കേട്ടോ. പിന്നീട് രാഹുൽ പോകുന്നത് ഒരു വലിയൊരു വീട്ടിലോട്ടായിരിക്കും. അത് ഒരു ഹോട്ടൽ പോലെയുള്ള ഒരു സംഭവമായിരിക്കും കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്ക് കയറി പോകുന്നത്, പിന്നീട് അവർ രണ്ടുപേരും ഒരു റൂം വേണമെന്ന് പറഞ്ഞ് ആ റൂമിനുള്ളിലോട്ട് പോകുന്നതായിരിക്കും കേട്ടോ ഗോകുല് കാണുക. ഇത് കാണുന്ന ഗോകുല് ഇവളാരായിരിക്കും ശരിക്കും ഈ പെൺകുട്ടി? ഇനിയിപ്പോൾ ഗോകുലിന് ഇവിടെ ഇന്ദ്രനെ പോലെ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നൊരു പേടി ഇങ്ങനെ വരികയാണ് കേട്ടോ. ഹർഷയായിരിക്കും, ഹർഷയുടെ സ്ഥാനത്ത് അങ്ങനെ ഒരു പെൺകുട്ടിയെ കാണുക. ചേച്ചേ അങ്ങനെ ആവില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് കേട്ടോ. തന്നോട് തന്നെ പലവട്ടം പറഞ്ഞു നോക്കുകയാണ്. എന്തായാലും എൻ്റെ ഇന്ദുവിനെ കരയിപ്പിക്കാൻ പറ്റില്ല, ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുക തന്നെ വേണം. അവൾ ആരാണെന്ന് ഇവനറിയാതെ ഇവനെ നിരീക്ഷിച്ചും കൊണ്ട് അത് കണ്ടെത്തണമെന്ന് തീരുമാനം ഗോകുൽ എടുക്കരുത്. അപ്പോൾ ഗോകുൽ ഇത് കാണുമ്പോൾ ഗോകുലിന് നല്ല സങ്കടമുണ്ട്. അസത്യനായിരുന്നെങ്കിൽ കാര്യന്ത് പറയുകയാണെങ്കിൽ ആ സുശീല ഇങ്ങനെ എടുത്തു ചാട്ടക്കാരി എന്നുള്ളൂ. പക്ഷേ സുശീലയുടെ സ്വഭാവമൊക്കെ അങ്ങനെയാണെങ്കിലും തൻ്റെ പെങ്ങളെ കിട്ടിയ ഭർത്താവ് അതൊരു അന്തസ്സുള്ളവൻ തന്നെയായിരുന്നു. സുശീലയുടെ അടുത്ത് നിന്ന് സത്യനെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആ ഒരു സങ്കടം മനസ്സിൽ തോന്നാണ് കേട്ടോ. പിന്നീട് ഗോകുൽ കുടിക്കാൻ പോവുകയാണ്. കാരണം ഗോകുലിന് സങ്കടം താങ്ങില്ല. അതുകൊണ്ട് തന്നെ ഗോകുൽ അങ്ങ് മദ്യത്തിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതേ സമയം സത്യൻ വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ സത്യനോട് കാര്യങ്ങളൊക്കെ ശ്യാമ പറയാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട കളിയാണ്. ഇനിയിപ്പോൾ അനുപമ ചേച്ചിയെ ഇന്ദ്രട്ടനിൽ നിന്നും അകറ്റാനുള്ള അടുത്ത മാർഗ്ഗമാണ് നോക്കുന്നത്. അപ്പോൾ സത്യൻ ചോദിക്കാതെ എന്താ എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് രാവിലെ നീ സ്വർണം വാങ്ങിയതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഹർഷയുടെ അടുത്തോട്ടാണ്. അതിനെന്താ പ്രശ്നം? അവർ വേറൊരു കെണി വെച്ചിരുന്നു. ഇങ്ങനെ ഇനി ചൂടായത് കൊണ്ട് തന്നെ നമ്മുടെ സുശീല ആൻറ്റി, അതായത് അമ്മ വീണെന്നും ആൻറ്റി വീണെന്നും എന്നൊക്കെ പറഞ്ഞ് ഹർഷ നടുവഴിയിൽ വെച്ച് നടുറൂട്ടിൽ വെച്ച് ഇന്ദ്രനെ വിളിക്കുകയും പിന്നീട് പ്രിസ്ക്രിപ്ഷനും മരുന്നൊക്കെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഹർഷ പറയുകയും ചെയ്തത്ര, നീ നിൻ്റെ കൂടെ കൊണ്ടുപോയിക്കോ, നമുക്ക് ഒരു കുറവും വരുത്തരുത് എന്ന് ഹർഷ പറയുകയും ചെയ്തത്ര എന്ന് പറയണ്ട. അപ്പോൾ ഇതൊക്കെ കേട്ട സത്യം പറയണേ, ഇത് അനുചേച്ചിയെ ഒഴിവാക്കാനുള്ള ആ ഒരു തന്ത്രമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ നിനക്കത് മനസ്സിലായില്ല സത്യ. എന്നാൽ നിൻ്റെ ഏട്ടനെ അത് മനസ്സിലായോ എന്തോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവരിപ്പോൾ അടുത്ത കളിയാണ് കളിക്കുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് പോവാതെ നിൻ്റെ അമ്മയെ നീ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം എന്നൊക്കെ ഇങ്ങനെ സത്യനോട് പറയുമ്പോൾ ഇപ്പുറത്തെ സുശീല അത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഒളിഞ്ഞു നിൽക്കുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അവിടെ സത്യം പറയണേ, അങ്ങനെയല്ല, ഈ പറയുന്ന ഹർഷയുമായുള്ള കൂട്ടുകെട്ടാണ് ആദ്യം നിർത്തേണ്ടത്. അത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ എൻ്റെ അമ്മ നേർവഴിക്ക് വരും. ഹർഷയാണ് ഈ കുനിഷ്ഠ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അത് ശരിയാണ്, അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ സുശീലക്ക് അങ്ങ് മൊത്തത്തിൽ അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ട്. അങ്ങനെ സുശീല വന്നിട്ട് പറയണ, ആടാ ഇന്ന് രാത്രിയോടെ ഈ കുടുംബത്തോടുള്ള ബന്ധം എനിക്ക് തീർന്നു എന്ന് പറയാനായിട്ടോ. ഇത് കേൾക്കുന്ന സത്യം പറയണേ, അമ്മയെ എടുത്തു ചാടി ഓരോന്ന് കാട്ടിക്കൂട്ടണ്ട, അത് അമ്മയുടെ നാശത്തിനായിരിക്കും. ഹർഷ പറയുന്നത് കേട്ട് അമ്മ ഇങ്ങനെ ഓരോന്ന് തുള്ളാൻ നിൽക്കണ്ട. ഞാൻ ഹർഷ പറയുന്നുണ്ട കേട്ടിട്ടല്ല തുള്ളുന്നത്. എനിക്ക് എൻ്റേതായ ഒരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ തളർന്നു വീണതായോ നിൻ്റെ കുറ്റം, നിൻ്റെ പെരുമാറ്റം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. ആടാ, നീ നിൻ്റെ അളിയനും കൂടി ഈ അളിയൻ്റെ വാക്കുകൾ കേട്ട് നീ നിൻ്റെ സ്വന്തം അമ്മയെ ഇങ്ങനെ കളഞ്ഞൂടാ. ഹർഷയുടെ സ്നേഹം പോലും നിനക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സുശീല സത്യനെ കുറ്റപ്പെടുത്തുമ്പോൾ സത്യൻ അതിന് അത്ര വിലൊന്നും കൊടുക്കില്ല കേട്ടോ. സത്യന് ദേഷ്യം പിടിച്ച് സത്യൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ എന്തായാലും അനുപമയോട് മാപ്പ് പറയണ. കാരണം ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിലാണ്, ഞാൻ പറഞ്ഞല്ലോ നീ എന്നോട് ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കില്ല, ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ പഴയതുപോലെ ആട്ടും തൊഴിയൊക്കെ കേട്ട് ഞാൻ ഇനി ഇവിടെ ജീവിക്കും എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണ്ട. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായ വീട്ടിൽ പിന്നീട് ഞാൻ നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ അനുഭവം പറയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് അവരുടെ ആ ഉറക്കും ഇതൊക്കെ കഴിഞ്ഞു. പക്ഷേ മഞ്ചാടിക്കുള്ളിൽ വലിയ ഭീതി തന്നെ വരികയാണ്. മഞ്ചാടി ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ജീവരാജ് പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ഗോകുലുമായുള്ള വിവാഹം ഇന്ദ്രനോട് വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് പ്രശ്നമാവും. കാരണം ഈ പറയുന്ന ജീവരാജിന് ഒരു പഠിപ്പുണ്ടാവില്ല, താൻ കാരണം ഒരാളുടെ ഭാവി നശിക്കരുത് എന്നൊക്കെ മഞ്ചാടി മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിലും മഞ്ചാടിയുടെ ഉള്ളിൽ ജീവരാജിനെ കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹമാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഈ സത്യങ്ങളെല്ലാം ഇന്ദ്രൻ ഇങ്ങനെ രഘുവിനോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രഘു വന്നിട്ട് ദാസിനോട് പറയാണ്. അപ്പോൾ ദാസ് പറയാണ്, ആ കുട്ടിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, ഈ പറയുന്ന ഗോകുൽ
രാഹുലിനെ അവൾ വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്തത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പോഴൊരു നിശ്ചയം വേണ്ട എന്നൊക്കെ പറഞ്ഞ് സച്ചി അത് അംഗീകരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ ഞാനിത് മാഷിനെ പറഞ്ഞ് ധരിപ്പിക്കും, അണ്ണന് വിഷമമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴൊക്കെ പറയാണ് അവളുടെ ഉള്ളിൽ ഇപ്പം ജീവൻരാജിനോടുള്ള ഒരു സിമ്പതിയാണ് അവൾക്ക് കാണുന്നത്. ജീവൻരാജിനോട് ഒരു പ്രത്യേക സ്നേഹവും പരിഗണനയും അവൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത്ര പോലും ഗോകുലിനോടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഇതിനൊരു പോംവഴി? എനിക്ക് ഈ ഒരു തരത്തിലാണെങ്കിൽ സച്ചി ഒരിക്കലും ഈ ഒരു നിശ്ചയം നടത്തിയില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സച്ചി ഈ ഒരു കേസ് പിൻവലിക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാനായിട്ടോ. അപ്പോഴത്തേക്ക് കേൾക്കുമ്പോൾ എങ്ങനെ അമ്മാവനോട് ഇക്കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഞാൻ എന്നിങ്ങനെ രഘു പറയുമ്പോൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയമാണെങ്കിലോ അമ്പിളിക്ക് ദേഷ്യം വരികയാണ്. അമ്പിളിയോട് വന്ന് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ അവൾ പഴയതുപോലെ തന്നെ ആ ജീവരാജിനെ കല്യാണം കഴിക്കാൻ അവനോടുള്ള ഇഷ്ടമോ എന്തെങ്കിലും അവളുടെ ഉള്ളിലുണ്ടാവും, അതല്ലേ അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ മഞ്ചാടിയുടെ മുന്നിൽ ചെല്ലാണ്. എന്താടി നിൻ്റെ ഉദ്ദേശം? നിനക്ക് വേണ്ടിയിട്ടല്ലടി ആ ഗോകുല് ജയിലിൽ പോയി കിടന്നത്, എന്നിട്ട് നീ അവനെ ഇപ്പോൾ തേച്ചൊട്ടിക്കുന്നോ? നീ എന്താടി ചെയ്തു കൂട്ടുന്നത്? നീ ചെയ്യുന്നത് എന്താണെന്ന് നിനക്കറിയുന്നുണ്ടോ? ആ ഗോകുലും കുടുംബവും നീ ഒറ്റൊരുത്തി കാരണമല്ലേ ഒത്തിരി നാൾ ഓരോന്ന് അനുഭവിക്കേണ്ടി വന്നത്, അതൊക്കെ നീ ഓർക്കുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തപ്പോൾ ചേച്ചിയുടെ പ്രശ്നം? നിനക്കെന്താ ഇപ്പോൾ ഗോകുലുമായി വിവാഹ നിശ്ചയം നടത്തിയാൽ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വിവാഹ നിശ്ചയം നടത്തണമെങ്കിൽ ഞാൻ നടത്താം. പക്ഷേ എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കല്യാണത്തിന് സമ്മതിക്കുള്ളൂ എന്ന ആ ഒരു തീരുമാനം പറയുമ്പോൾ മഞ്ചാടിയുടെ മനസ്സെന്തെന്നറിയാതെ ചിരുവും അമ്പളിയെ ആകെ ആശയക്കുഴപ്പത്തിലാവാണ് കേട്ടോ. എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി. നേരം വെളുത്ത് ഒത്തിരി നേരമായിട്ട് സുഷീല എണീറ്റ് വരുന്നത് കാണുന്നില്ല. കഥകൊക്കെ ചാരി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുഷീല ഇങ്ങോട്ടേക്ക് പോയി എന്നറിയാതെ പ്രതിഭ ചായയുമായി സുഷീലയുടെ റൂമിലോട്ട് ചെല്ലാണ്. അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഡോറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച അമ്മയെ കാണുന്നില്ല കേട്ടോ. അത് കാണുന്ന പ്രതിഭ സോനെ ഈ അമ്മയില്ലല്ലോ ഇവിടെ എന്ന് പറയണേ. എന്താ നീ പറയുന്നത്? അമ്മയില്ല? എന്താ ഭാനുമയും കൂട്ടി അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടാവും എന്ന് പറയാം കേട്ടോ. പിന്നീട് പെട്ടെന്ന് ഭാനുമയുടെ അടുത്തോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ ഭാനുമ ആണ് അകത്തോട്ട് കയറി വരുന്നത് കേട്ടോ. മക്കളെ സുശീല എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അമ്മയെ ഇവിടെ കാണുന്നില്ല, ഭാനുമയുടെ കൂടെ അമ്പലത്തിൽ വന്നു എന്ന് ഞങ്ങൾ കരുതിയാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സത്യനും ഈ പറയുന്ന ഷ്യാമൊക്കെ എണീറ്റു കേട്ടോ. എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ അമ്മയെ കാണുന്നില്ല. അപ്പോൾ സത്യനോട് ഷ്യാമു പറയണേ, ഇന്നലെ പറഞ്ഞ വാക്ക് ഓർക്കുന്നോ? ഇനി വീട്ടിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വാക്ക്. ഒരുപക്ഷെ ആൻറ്റി ഇനി വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടാവുമോ? അത് കേൾക്കുന്ന സത്യൻ എന്താ ഈ പറയുന്നത്? അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യും, എങ്ങനെയെങ്കിലും ഇന്ദ്രേട്ടനെ അനുചേച്ചിയും തോൽപ്പിക്കാൻ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നിങ്ങനെ ഷ്യാമു പറയുമ്പോൾ എന്തായാലും ഇന്ദ്രേട്ടനെ വിളിച്ച് ഈ വിവരം അറിയിക്കാമെന്ന് സത്യൻ തീരുമാനിക്കാനേട്ടാ. അങ്ങനെ സത്യനാണെങ്കിലോ രാവിലെ തന്നെ തൻ്റെ ഏട്ടനെ വിളിക്കുകയാണ്. അപ്പോൾ എന്താടാ ഈ അതിരാവിലെ എന്ന് ചോദിക്കുമ്പോൾ അതേ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? നമ്മുടെ അമ്മ ഇവിടെ ഇല്ല, അമ്മയെ കാണുന്നില്ല എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത് കേട്ട ഉടനെ എന്താ ഈ പറയുന്നത്? അമ്മയെ കാണുന്നില്ലെന്നോ? എന്താ അതിന് മാത്രം എന്തെങ്കിലും പ്രശ്നം ഇന്നലെ അവിടെ ഉണ്ടായോ? ഞാനും ഷ്യാമും കൂടി സംസാരിക്കുന്നത് അമ്മ മറഞ്ഞു നിന്ന് കേൾക്കുകയും പിന്നീട് ഞങ്ങളുമായി വഴക്കിടുകയും ഇനി ഈ വീട്ടിൽ നിൽക്കില്ലെന്ന് ഇന്നലെ രാത്രി പറയുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോഴാണ് നീ വിളിച്ചു പറയുന്നത്. പക്ഷേ അമ്മ എന്നും പറയുന്നത് പോലെ അങ്ങനെ ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. പക്ഷേ അമ്മ ഇങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറയുമ്പോൾ നീ ഒന്ന് ഫോൺ വെക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് സത്യനോട് അങ്ങ് ചൂടാവാണ്. ഈ സമയം അനുപമ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണം, എൻ്റെ അമ്മയെ കാണുന്നില്ല, അമ്മ എവിടെ ഇല്ലെന്ന്. അമ്മയെ കാണുന്നില്ലെന്ന് എന്താ പറയുന്നത്? പറഞ്ഞു നിൽക്കാൻ നേരമില്ല, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഉമ്മറത്തെ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച സിറ്റൗട്ടിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്ന സുശീലയായിരിക്കും കേട്ടോ. സുശീല ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്നത് കാണുമ്പോൾ ഇന്ദ്രനെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നാൽ ആ സമയം ഇന്ദ്രൻ ഓടില്ല. തന്നെയും തൻ്റെ ഭാര്യയെയും അകറ്റാൻ വേണ്ടി സുശീല കളിക്കുന്ന നാടകമാണെന്ന്. പക്ഷേ അത് അനുപമക്ക് അപ്പം തന്നെ ആ ബൾബ് കത്തൂട്ടോ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് ഇന്ദ്രൻ അത് ഓടുന്നത് കേട്ടോ.